നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നൊരു കിടിലൻ പോരാട്ടമുണ്ട്. ആഴ്സണലും ഇന്റർ മിലാനും തമ്മിൽ ഇന്റർ മിലാൻ്റെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ പോരാട്ടം. നിലവിലെ അപരാജിത കുതിപ്പാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ. കളിച്ച 6 കളികളും വിജയിച്ച് ആറിലും വിജയിച്ചുകൊണ്ട് 18 പോയിൻറ്റോടെ പെർഫെക്റ്റ് സ്റ്റാർട്ട് നിലനിർത്തുകയാണെങ്കിൽ ഇന്റർ 6 കളികളിൽ നിന്ന് 4 വിജയങ്ങൾ 2 തോൽവികൾ 12 പോയിൻറ്റോട് 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. തീർച്ചയായിട്ടും 2 കരുത്തുറ്റ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന ഒരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു ടീമുകളുടെയും കോച്ചുമാർ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ചിയു, ഇന്റർ മിലാൻ്റെ കോച്ച്, പറയുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് യൂറോപ്പിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ടീമിനെയാണ്. അവർ നല്ല രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. കോൺസ്റ്റൻ്റ്ലി അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്സണലും ബയേണുമാണ് ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീമുകൾ. പക്ഷേ ഞാൻ കൃത്യമായിട്ടുള്ള ബോധ്യത്തിലാണ്, ഞങ്ങൾ ആരാണെന്ന ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഡിഫീറ്റഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല ഞങ്ങൾ കളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കളിക്കളത്തിൽ എടുക്കാൻ ശ്രമിക്കും എന്ന് തന്നെ ക്രിസ്ത്യൻ ചിയു പറയുന്നു. ആ വാക്കുകളിൽ തന്നെ ഉണ്ട് എതിരാളികളോടൊരല്പം ഭയമുണ്ട് എന്നുള്ളത്. അതേസമയം മൈക്കൽ ആർട്ടേറ്റ ഈ കളിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, മികച്ചൊരു പോരാട്ടമാണ് ഈ കളിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലെ എല്ലാ മത്സരങ്ങളും നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളത് നേടിയെടുക്കണം. നാളെ, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളെ ഞങ്ങൾ ഒരു ടോപ്പ് ടീമിനെതിരെ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങുകയാണ്. ഒരു ടോപ്പ് സൈഡാണ് എതിർഭാഗത്തുള്ളത്. ഞങ്ങൾക്കറിയാം അവസാനം നല്ലൊരു പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. ഈ ഗെയിമിന് വേണ്ടി ഒബ്വിയസ്ലി വിജയിക്കാൻ വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും കളിക്കളത്തിൽ നമുക്ക് അത് കാണാൻ പറ്റും എന്നാണ് ആർട്ടേറ്റ പറഞ്ഞത്. അതുപോലെ തന്നെ ഗബ്രിയേൽ ഹീസസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, എല്ലാ ഫുട്ബോളറും വിശ്വസിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് അവർക്ക് നേടാൻ പറ്റുമെന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ചാമ്പ്യൻസ് ലീഗ് ഞങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന്. പക്ഷേ ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. എല്ലാ മത്സരങ്ങളും ഫൈനൽ എന്ന രൂപത്തിലാണ് കാണുന്നത്. സോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ കളിക്കും ഇറങ്ങുന്നത് എന്ന് ഗബ്രിയേൽ ഹീസസും പറയുന്നു. 2 ടീമുകളുടെയും ഫോം ഗേഡ് എടുത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് സിമിലറാണ്. ഇന്റർ അവസാനമായി കളിച്ച 5 കളികളിൽ 4 വിജയിച്ച് ഒരു സമനിലയുമായിട്ട് നിൽക്കുമ്പോൾ ആഴ്സണൽ അവസാനമായി കളിച്ച 5 കളികളിൽ ഒന്നും തോറ്റിട്ടില്ല. 3 വിജയവും 2 സമനിലയുമാണ്. ഇവരുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് യുവേഫ പുറത്തുവിടുന്നുണ്ട്. അതിൽ 2 ജയിച്ചത് ഇന്ററും 1 ജയിച്ചത് ആഴ്സണലുമാണ്. 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും 5 ഗോളുകൾ വീതമാണ് അടിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാത്രി സാൻ സിറോയിൽ തീ പറക്കുന്ന ഒരു പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.